സയന്റിഫിക് കൺസ്ട്രക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 11 കാര്യങ്ങളാണ്. വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 11 കാര്യങ്ങൾ. ഈ 11 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പണവും അതുപോലെ തന്നെ സമയവും അതുപോലെ മറ്റുള്ള റിസോഴ്സുകളും നമുക്ക് ലാഭിക്കാൻ കഴിയും. വീഡിയോയുടെ അവസാനം വരെ കാണുക. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ പൂർണ്ണമായിട്ടൊരു ഗ്രാഹ്യം ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഫൗണ്ടേഷനാണ്. അതായത് നമ്മളൊരു വീട് വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഫൗണ്ടേഷനാണ്. കാരണം നമ്മളൊരു നിരപ്പായ സ്ഥലം ഉറപ്പുള്ളതായിട്ടുള്ള നിരപ്പായ സ്ഥലം നമ്മൾ ചൂസ് ചെയ്യുകയാണ് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിൽ നമുക്ക് കോസ്റ്റ് വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മളൊരു അൺഇവനായിട്ടുള്ളൊരു സ്ലോപ്പായിട്ടുള്ളൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ പൈസ ചിലവാകുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ചരിഞ്ഞ പ്രദേശം നമുക്ക് മണ്ണിട്ട് ലെവലാക്കണം. അത് പിന്നെ കമ്പാക്ഷൻ ചെയ്യണം. കമ്പാക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് ഒരിക്കലും കല്ല് ഫൗണ്ടേഷൻ നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ ആ ഉറപ്പില്ലാത്തത് കൊണ്ട് 2 അടിയോ 3 അടിയോ താത്തത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ ഒരു 5 അടി അല്ലെങ്കിൽ 6 അടി താഴ്ച ഉണ്ടാവും. അപ്പോൾ ആ 6 അടിയും പിന്നെ അതിൻ്റെ താഴോട്ട് ഒരു 8 അടി, മൊത്തത്തിലൊരു 8 അടി വരെ ഈ ഇത്രയും നമ്മൾ നികത്തിയതായതുകൊണ്ട് ഉറപ്പുള്ളടം കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് ഇടണം. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഹൈറ്റ് ആണെങ്കിൽ ലെവൽ ചെയ്ത് വരുമ്പോൾ ഒരു 8 അടിയെങ്കിലും താഴോട്ട് പോകും. അപ്പോൾ 8 അടി താഴോട്ട് പില്ലർ അടിച്ച് അതിൻ്റെ മേളിൽ ബീം പണിഞ്ഞ് പിന്നെ അതിൻ്റെ മേളിൽ നമ്മൾ വീട് പണിയുമ്പോഴാണ് അതിനൊരു ഉറപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു വീട് പണിയുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അതിൻ്റെ കോസ്റ്റ് കൂടുന്നതാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമുക്ക് ഈ സ്ഥലം വാങ്ങുമ്പോൾ നമ്മളൊരു നിരപ്പായ സ്ഥലം വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കോസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഫൗണ്ടേഷൻ്റെ നമുക്ക് എമൗണ്ട് കുറയും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇത് വീട് വെക്കാനും വളരെ എളുപ്പമായിരിക്കും ഭാവിയിൽ. സോ അല്ലെങ്കിൽ നമുക്കിപ്പം പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്, അല്ലെങ്കിൽ വേറെ ഓപ്ഷനില്ല, വില കുറച്ച് അത് മേടിക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ എന്നാണെങ്കിൽ നമുക്ക് പിന്നെ ഈ ഒരു ഫൗണ്ടേഷന് വേണ്ടി നമ്മൾ അത്രയും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അടുത്തൊരു ഓപ്ഷൻ. നമ്മൾ ഈ ഫൗണ്ടേഷനിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു എമൗണ്ട് ആ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ ഏരിയ അനുസരിച്ച് നല്ല ഒരു വലിയ എമൗണ്ട് തന്നെ നമുക്ക് ലാഭിക്കാൻ കഴിയും. അടുത്ത പോയിന്റാണ് നമുക്ക് എന്താണ് ക്ലയൻറ്റിന് വേണ്ടെന്നുള്ളത്. സോ അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരു ക്ലയൻറ്റ് എന്നുള്ള രീതിയിൽ, അതായത് ഒരു കസ്റ്റമർ എന്നുള്ള രീതി, അതായത് അല്ലെങ്കിൽ നമുക്കൊരു വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, നമ്മുടെ ആവശ്യങ്ങളും ഉണ്ടായിരിക്കും. സോ നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ഒരുപാടുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബെൻസ് കാർ അല്ലെങ്കിൽ BMW അല്ലെങ്കിൽ റോൾസ് റോയ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അത് ഉണ്ടാവണമെന്ന് നമുക്ക് തോന്നുന്നൊരു നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രമാണ്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അത് ട്രാൻസ്പോർട്ടേഷനാണ്. ട്രാൻസ്പോർട്ടേഷന് പറ്റിയത് നമുക്ക് മാരുതി അല്ലെങ്കിൽ ഹ്യുണ്ടായി അതുപോലുള്ള ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വീടിൻ്റെ കാര്യത്തിൽ നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ വീട്ടിലാണെങ്കിൽ വീടെന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തൊരു 10 ലക്ഷം തൊട്ടൊരു 10 കോടിയോ എത്ര കോടികൾ വേണമെങ്കിൽ നമുക്കതിൽ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ആ ഒരു ബഡ്ജറ്റ് നമുക്ക് കൃത്യമായിരിക്കണം. അതനുസരിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ അതിൻ്റെ ആ സ്ക്വയർ ഫീറ്റിൻ്റെ ഏരിയ പോലും നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ചെയ്യുക. പക്ഷേ കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് അതിനകത്തുനിന്ന് ലാഭിക്കാൻ കഴിയും. അടുത്ത ഒരു പോയിന്റാണ് നമുക്ക് 1 സ്റ്റോറി ആണോ അതോ 2 സ്റ്റോറി ആണോ നമ്മുടെ ബിൽഡിംഗ് എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ 1 സ്റ്റോറി ആണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ഫുൾ എമൗണ്ട് നമുക്ക് ചിലവാക്കിയേ കഴിയൂ. അതായത് ഇപ്പോൾ നമുക്കൊരു നല്ലൊരു ഡ്രീം ഹോം ഉണ്ട്, പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഇല്ല, ഒരു 3 വർഷം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ബഡ്ജറ്റ് വരും. അങ്ങനെ ഒരു സാഹചര്യമാണ് നമ്മളൊരു 1 സ്റ്റോറിയിൽ നമ്മൾ ഹാഫ് പരിപാടി നിർത്തുക. അതായത് ഒരു 2 ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചണ്, അതുപോലെ തന്നെ ഒരു കോർട്ട്യാർഡ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം 1 സ്റ്റോറിയിൽ നിർത്തി ബാക്കി ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ചെയ്യാൻ അതിൻ്റെ മേളിലോട്ട് നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. സോ അങ്ങനെ നിർത്തുക. ഇപ്പം മക്കളൊക്കെ വളർന്നു വരുന്നുണ്ട്, അപ്പം ഭാവിയിൽ ഒരു 2 റൂം ഇറക്കിയാൽ മതി. ഇപ്പം പക്ഷേ നല്ല വൃത്തിയായിട്ട് കിടക്കാൻ വേണമെങ്കിൽ ഒരുപാട് ഡിസൈനുകളുണ്ട്. നമുക്കിപ്പോൾ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 2 ബെഡ്റൂം അല്ലെങ്കിൽ 3 ബെഡ്റൂം ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്തിട്ട് ഭാവിയിൽ നമുക്ക് ക്യാഷ് ഉണ്ടാവുന്ന സമയത്ത് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ മൂന്നാമത്തെ നമുക്ക് വരുന്നൊരു പോയിന്റാണ് സീലിംഗ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ വർക്ക്. സീലിംഗ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നത് നമ്മൾ വളരെ ആലോചിച്ചിട്ട് വേണം. സ്ക്വയർ ഫീറ്റിന് പല റേറ്റിലും ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അതിപ്പം ഒരു 80 രൂപ തൊട്ട് അതിൻ്റെ മേളിലോട്ട് 100, 150, 200, 300, 350 അങ്ങനെ പല റേറ്റ് ചെയ്യുന്ന ഇൻറ്റീരിയർ വർക്ക് ഉണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് ആ ഒരു ഇൻറ്റീരിയർ വർക്ക് ആവശ്യമല്ല, നമുക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല. പക്ഷേ ഒരു എസ്തറ്റിക് ലുക്ക് ഉണ്ടാവണം, അത്യാവശ്യം ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ അത് നമ്മൾ ടോപ്പ് വാർക്കുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളും ആഡ് ചെയ്യാമെങ്കിൽ
നമുക്കൊരു ഇന്റീരിയർ വർക്ക് നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടം കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും, നല്ലൊരു ലുക്ക് കിട്ടുകയും ചെയ്യും. ബാക്കി നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്തെടുക്കാൻ പറ്റുന്ന പല ടൈപ്പ് ഡിസൈനുകൾ ഇപ്പോഴും അവൈലബിൾ ആണ്. അത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇപ്പം ഒരു ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നതിനേക്കാളും ഭയങ്കര നല്ല രീതിയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ലൈറ്റിങ്ങും കാര്യങ്ങളും കണ്ടംപററി ഡിസൈനും ഒക്കെ കൊണ്ടുവരുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്ലാസ്റ്ററിങ്ങിലും അതുപോലെ തന്നെ റൂഫ് വാർക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തൊരു മെയിൻ പോയിന്റ് ആണ് ന്യൂ ടെക്നോളജി അല്ലെങ്കിൽ പ്രൂവൺ ടെക്നോളജി ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മളിപ്പം ഒരുപാട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് ആഡൊക്കെ കാണുന്നുണ്ട്. ഇപ്പം പുതിയ ഇന്റർലോക്ക് അപ്പം പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ഇത് പ്രൂവൺ ടെക്നോളജി ആണോ അല്ല. പക്ഷേ നമുക്ക് പുതിയ ടെക്നോളജിയാണ്. അപ്പം ഇത് ടൈം എടുക്കും. അതായത് ഇപ്പോൾ ഈ ടെക്നോളജി കൊള്ളാമോ ഇല്ലയോ എന്നുള്ളൊരു ഫൈനൽ ഡിസിഷന് വരാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ് ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് യൂസ് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോഴാണ് ഇതിൻ്റെ പോരായ്മകളൊക്കെ മനസ്സിലാവുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു വളരെയധികം സമയം നമുക്ക് മഴയും അതുപോലെ വളരെ കൂടുതൽ സമയം നമുക്ക് ഹെവി ആയിട്ടുള്ള ചൂടുള്ളൊരു നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ നമ്മുടെ എയർ സർക്കുലേഷൻ നമുക്ക് വളരെയധികം ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പണ്ടത്തെ ഒരു വാസ്തുപ്രകാരമൊക്കെ നമ്മൾ വെക്കുന്ന വീടുകളാണെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ളൊരു വെന്റിലേഷനും കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വിശ്വാസങ്ങൾ കൊണ്ട് മാത്രമല്ല, ആക്ച്വലി അതൊരു എയർ സർക്കുലേഷനും അതുപോലെ തന്നെ സൂര്യൻ്റെ വെളിച്ചവും ഒക്കെ അനുസരിച്ചാണ് ഈ വാസ്തു ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിൽ കുറേയൊക്കെ നമുക്ക് വിശ്വാസങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ എയർ സർക്കുലേഷനും അതുപോലെ തന്നെ ലൈറ്റിങ്ങിനും വേണ്ടിയിട്ടായിരുന്നു ഈ വാസ്തു ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും പണ്ടത്തെ ആൾക്കാർ നോക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ മോഡേൺ കാലത്താണെങ്കിലും എൻജിനീയറിങ്ങിലും അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് ഈ ലൈറ്റിങ്ങും അതുപോലെ തന്നെ സേഫ്റ്റി അതുപോലെ തന്നെ നമുക്ക് ഈ വെളിച്ചവും കിട്ടാവുന്ന രീതിയിൽ നമുക്ക് ഈ ഡിസൈനുകൾ ചെയ്തെടുക്കാൻ കഴിയും. അതിനിപ്പം ഫോർ എക്സാമ്പിൾ ആണ് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് വലിയ വലിയ വെന്റിലേഷൻസ് അല്ലെങ്കിൽ വലിയ വലിയ വിൻഡോസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. എയർ സർക്കുലേഷൻസ് നമുക്ക് പരഗോളാസ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കോർട്ട്യാർഡ് നമുക്ക് യൂസ് ചെയ്യാമെങ്കിൽ നല്ലൊരു തണുപ്പ് കിട്ടും നമ്മുടെ വീടിൻ്റെ അകം മുഴുവൻ. കാരണം ചൂടുവായു എപ്പോഴും മുകളിലോട്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോർട്ട്യാർഡ് ഉണ്ടെങ്കിൽ അത് എയറിനെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വെളിച്ചത്തിൻ്റെ അതുപോലെ തന്നെ എയർ സർക്കുലേഷൻ്റെയും കാര്യം നമുക്ക് ഒരു വിധം വരെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബെൽറ്റ് വേണോ ബീം വേണോ എന്നുള്ള കാര്യമാണ്. അതായത് ഇപ്പം ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ അതായത് നമുക്ക് കൂടുതൽ ഉറവയുള്ള അല്ലെങ്കിൽ കൂടുതൽ വെള്ളം വരുന്ന ഒരു പ്രദേശമാണെങ്കിൽ അവിടെ നമുക്ക് ബെൽറ്റിൽ നമുക്ക് ഫൗണ്ടേഷൻ ചെയ്തെടുക്കുന്നതിനേക്കാളും ബീം ഫൗണ്ടേഷൻ, അതായത് കോളം ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ബീം ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഏറ്റവും നല്ലതായിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ക്യാപ്പിലറി ആക്ഷൻ വഴി വെള്ളം മുകളിലേക്ക് കയറി നമ്മുടെ പെയിൻറ്റ് അതായത് തേപ്പ് ഒന്ന് ഇളകാതിരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബീമിൽ നമ്മൾ ബീഡ് ചെയ്തെടുക്കുക, അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് DPC വാട്ടർ പ്രൂഫിങ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത പോയിന്റാണ് DPC വാട്ടർ പ്രൂഫിങ് അല്ലെങ്കിൽ പിന്നെ പെസ്റ്റ് കൺട്രോൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഒരു വീട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പെസ്റ്റ് കൺട്രോൾ അതുപോലെ DPC വാട്ടർ പ്രൂഫിങ് നമുക്ക് ആ സമയത്ത് ചെയ്യുവാണെങ്കിൽ വളരെ ചീപ്പായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പം പെസ്റ്റ് കൺട്രോൾ DPC വാട്ടർ പ്രൂഫിങ് എല്ലാം നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മൾ സ്വയമേ ചെയ്യുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു 6000-7000 രൂപയ്ക്ക് നമുക്ക് രണ്ടും കൂടെ ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മളിത് ഭാവി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഇതിനൊക്കെ കൂടുതൽ കാശ് നമുക്ക് ചിലവാകും. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇത് ഡ്രില്ല് ചെയ്യണം, കുഴിക്കണം, പിന്നെ നമുക്ക് കെമിക്കൽ ആഡ് ചെയ്യണം, എന്നാലും അത്ര എഫക്റ്റീവ് ആയിരിക്കത്തില്ല. പിന്നെ DPC വാട്ടർ പ്രൂഫിങ്ങിനാണെങ്കിൽ പിന്നെ നമുക്ക് സാധ്യമേ അല്ല. അല്ലെങ്കിൽ ഫൗണ്ടേഷൻ മൊത്തം ഇളക്കി വീണ്ടും കട്ട കെട്ടണം ഈ വാട്ടർ പ്രൂഫിങ് അപ്ലൈ ചെയ്തിട്ട്, എന്നാലും അത് എഫക്റ്റീവായിട്ട് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയത്തുള്ളൂ. സോ നമ്മൾ ഈ വീട് പണിയുമ്പോൾ ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നമ്മുടെ ബെൽറ്റിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത്, പിന്നെ പെസ്റ്റ് കൺട്രോൾ മസ്റ്റായിട്ട് നമ്മൾ വീടിന് ചെയ്ത് തന്നെ പോവുക. അപ്പോൾ നമുക്ക് ഭാവിയിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതാണ്. അടുത്തൊരു മെയിൻ പോയിൻ്റാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക. അതുപോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക നമ്മുടെ ഡിസൈൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് അതിൽ ചിലവാകാതിരിക്കുക. ആഫ്റ്റർ സർവീസ് നമുക്ക് ഒരുപാട് പൈസ കൊടുത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാതിരിക്കുക എന്നുള്ള രീതി നമ്മൾ നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വലിയ ഗ്ലാസ്സുകളൊക്കെ ഇടുകയാണെങ്കിൽ നമുക്കത് ഹീറ്റിനെ ട്രാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹീറ്റിൻ്റെ ഒരു എഫക്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും റൂമിനകത്ത്. അതുകൊണ്ട് വലിയ ഗ്ലാസ്സുകൾ ഫ്രണ്ടേജിൽ നമുക്ക് ഹാളിലോ ബെഡ്റൂമിൻ്റെ ഫ്രണ്ടേജിലോ കൊടുക്കുന്നത് ഒഴിവാക്കുക. കാരണം നമ്മുടെ ക്ലൈമറ്റ് ഭയങ്കര ചൂടുള്ളൊരു ക്ലൈമറ്റാണ് നമ്മുടെ കേരളത്തിൽ. മഴ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുപോലെയാണ്. ഈ യൂറോപ്യൻ കൺട്രീസൊക്കെ നമുക്ക് ഈ ഡിസൈൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടിൽ നമ്മുടെ കൂട്ട് ഒരു ഹെവി വെയിലുള്ളൊരു നാടല്ല. സോ അതൊരു വിഷയമല്ല അവർക്ക്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതുപോലല്ല, നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഹെവി ചൂട് കിട്ടുന്നൊരു നാടാണ്. സോ ഈ ഗ്ലാസസ് ഒക്കെ
വലിയ വലിയ ഗ്ലാസ് ഒക്കെ നമ്മൾ ഒഴിവാക്കുക, പരഗോളാസ് യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. നമുക്ക് വീടിനകത്ത് ഈ ഹീറ്റ് അധികം ട്രാപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ കഴിയുകയും ചെയ്യും. അടുത്തൊരു പോയിന്റാണ് ഇതിൻ്റെ സേഫ്റ്റി എന്നുള്ളത്. ഇതിൻ്റെ സേഫ്റ്റി നമ്മൾ പലപ്പോഴും നമ്മളതൊരു ഡിസൈനും മറ്റുമായിട്ട് നമ്മൾ ഈ സേഫ്റ്റി എന്നൊരു ഒരു ചിന്ത നമ്മുടെ എല്ലാവരുടെ മലയാളികൾക്കുള്ളിൽ പെട്ടെന്ന് അങ്ങനെ വരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ഒരു കോമ്പറ്റീഷനാണ്. എൻ്റെ അയൽവക്കക്കാരൻ ഇപ്പോൾ ഏറ്റവും ഒരു നല്ല വീട് വെച്ചെങ്കിൽ അതിനേക്കാൾ നല്ലതാക്കണമെന്നാണ് ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ് സംസാരിക്കുന്നത്, എല്ലാം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല ആയിരിക്കില്ല ഒരിക്കലും നമ്മുടെ ഒരു കൺസെപ്റ്റ്. നമുക്ക് ഡിസൈനും ഒരു ആർക്കിടെക്ചർ ഡിസൈനും അതുപോലെ തന്നെ നമുക്ക് ഒരു എസ്തെറ്റിക് ലുക്കും ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ സേഫ്റ്റി, അതായത് സെക്യൂരിറ്റി, നമ്മുടെ ഒരു വീടുണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് ഒരു മോഷ്ടാവിന് അകത്ത് കയറാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ക്യാമറ കൊണ്ട് നമ്മുടെ സറൗണ്ടിങ് ഏരിയാസും കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഒരുപാട് നമ്മൾ പ്രിക്കോഷൻസ് എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ലാർജ് ഗ്ലാസസും അതുപോലെ തന്നെ മാത്രമല്ല ഈ ഒരു സമയത്ത് നമുക്ക് മാക്സിമം സെക്യൂരിറ്റി ക്യാമറയും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു ഏറ്റവും നല്ലൊരു പരിഹാരം. പിന്നെ അടുത്തൊരു പോയിന്റ് എന്തെന്ന് വെച്ചാൽ ഗവൺമെൻറ് റെഗുലേഷൻസ് ആണ്. കൃത്യമായിട്ടുള്ള സെറ്റ് ബാക്കുകൾ നമുക്ക് ഒരു റോഡിൻ്റെ അടുത്താണ് നമ്മുടെ വീടെങ്കിൽ റോഡിലേക്ക് ഒരു 3 മീറ്റർ വിടുക എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. അതുപോലെ തന്നെ സൈഡിലേക്ക് നമുക്ക് 1.2, അതുപോലെ ബാക്കിലേക്ക് 2, ഇങ്ങനെ പല സെക്യൂരിറ്റി റെഗുലേഷൻസ് ആണ്. ഇപ്പോൾ പഞ്ചായത്താണോ അതോ നമ്മുടെ മെയിൻ സിറ്റി അടുത്താണോ ഇതിൻ്റെ നമ്മുടെ സ്ഥലം അനുസരിച്ച് ആയിരിക്കും നമുക്ക് ഈ റെഗുലേഷൻസ് വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. അതായത് നമുക്കൊരു ചെറിയൊരു വ്യത്യാസം പോലും ഇല്ലാതെ നമ്മൾ കൃത്യമായിട്ട് ആ കാര്യത്തിൽ ചെയ്തിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ റെഗുലേഷൻസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, എഞ്ചിനീയേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമുക്ക് ഈ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ മുടക്കി ചിലവ് ചെയ്യുന്ന ഒരു വീട് അവസാനം ഇത് കാരണം നമുക്ക് പൊളിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ വരല്ലേ. സോ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസ് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യുന്നതാണ്. ഒരു കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലോക്കൽ ഏരിയയിലുള്ള ഒരു കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ കൂടുതൽ വീടുകൾ വെച്ചിട്ടുള്ളൊരു പരിചയമുള്ളൊരു കോൺട്രാക്ടറെ സെലക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റിന് വേണ്ടി പോകാതെ നമ്മുടെ വർക്കിന് കറക്റ്റായിട്ട് പറയുന്ന ഒരു കോൺട്രാക്ടറിനെ നമ്മൾ സമീപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റിനെ നോക്കി പോകാമെങ്കിൽ അവിടെ ഒരിക്കലും ബെസ്റ്റിനെ കിട്ടില്ല. ഒരു മാന്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കും എല്ലാ കോൺട്രാക്ടർമാരും അവരുടെ കൊട്ടേഷൻ കിട്ടുന്നത്. അതിൽ കുറച്ചിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്തോ പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. എന്നും പറഞ്ഞ് ഒരുപാട് കൂടുതലിടുന്നതും ശരിയല്ല, അതിലൊരു ന്യായം ഉണ്ടായിരിക്കില്ല. സോ നമുക്കൊരു മാന്യമായിട്ട് നമ്മുടെ ഒരു എല്ലാ ഏരിയയിലും ഒരു റേറ്റ് ഉണ്ട്. ആ റേറ്റ് അനുസരിച്ച് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല നിങ്ങൾക്ക് വിശ്വാസമുള്ളൂ നിങ്ങളുടെ വീടിന് അടുത്തുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്ക്വയർ ഫീറ്റിന് റേറ്റ് കുറച്ച് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ ഇതിനേക്കാൾ നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിൻ്റെ ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ റെഗുലേഷൻസിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിലോ എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാവുന്നതാണ്. താങ്ക് യു. നന്ദി, നമസ്കാരം.